എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഒരു 2 ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ വളരെ ദൂരത്തു നിന്ന് ഒരു സഹോദരൻ കടന്നു വന്നു. വളരെ ആഗ്രഹത്തോടു കൂടി അദ്ദേഹം വളരെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സഹോദരനാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നത്. അപ്പോൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപിലായതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം, പേഴ്സണൽ വിഷയത്തിന് വേണ്ടി മീറ്റിങ്ങിന് ശേഷം പ്രാർത്ഥിക്കാം. അങ്ങനെ മീറ്റിംഗ് തുടങ്ങി. അന്ന് ആരാധനയിൽ പ്രസംഗിച്ചത് ഞാനായിരുന്നു. അപ്പം ഞാൻ ധനവാനെയും ലാസറിനെ കുറിച്ചും അതിനെ സംബന്ധിച്ചുള്ള ഒരു മെസ്സേജാണ് അന്ന് ഞാൻ പ്രസംഗിച്ചത്. ആ മെസ്സേജ് നമ്മൾ ഈ സ്പിരിച്വൽ മോർസസിൻ്റെ ചാനലിൽ നമ്മൾ അത് ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ആ സന്ദേശം അത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ലാസറിനെ നായ്ക്കൾ വന്ന് നക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. പെട്ടെന്ന് മനസ്സിലൊരു ഇങ്ങനെ വന്ന്, എന്തുകൊണ്ടാണ് ദൈവം അത് അനുവദിച്ചു കൊടുത്തത്? ഒന്നാമത്തെ അത്രയും പ്രശ്നത്തിൽ കൂടെ ലാസർ കടന്നു പോകുന്നു. അപ്പോൾ നായ്ക്കൾ വന്ന് നക്കാൻ ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു കൊടുത്തു? ഉടൻ തന്നെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയോട് പറഞ്ഞത്, നായ്ക്കൾ വന്ന് നക്കിയത് നീ നോക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്, പക്ഷെ അത് എൻ്റെ ഒരു കരുതലായിരുന്നു. നിനക്ക് വിശ്വസിക്കാൻ വയ്യെങ്കിൽ നീ തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഫോൺ എടുത്ത്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗൂഗിളെടുത്ത് അദ്ദേഹം സെർച്ച് ചെയ്ത് നോക്കി, നായ്ക്കൾ നക്കിയാൽ എന്താ സംഭവിക്കുക. അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു കൊടുത്തത് പെട്ടെന്ന് വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം പറയാ, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നായ്ക്കൾ നക്കുമ്പോൾ നായ്ക്കളുടെ സലൈവയ്ക്കകത്ത് പല പ്രോട്ടീൻസ് ഉണ്ട്. ഹിസ്റ്റാറ്റിൻ പോലത്തെ പ്രോട്ടീൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലൈസോസൈം പോലത്തെ ആൻറ്റി ബാക്ടീരിയൽ എൻസൈംസ് ഉണ്ട്. അതൊരു ആൻറ്റിബയോട്ടിക്കായിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ ദൈവം കരുതിയ ഒരു കരുതലാണ്. പരിശുദ്ധാത്മാവ് വന്നിട്ട് ഉടൻ തന്നെ ആ വ്യക്തിയോട് ചോദിച്ചു, ലാസറിനെ നായ്ക്കളെ അയച്ച് സംരക്ഷിക്കാൻ എനിക്കറിയാമെങ്കിൽ, ആരും കരുതാനില്ലാത്ത ലാസറിനെ നോക്കാൻ പോറ്റാൻ എനിക്കറിയാമെങ്കിൽ നിന്റെ വിഷയത്തിൽ ഞാൻ ഇടപെടത്തില്ലായോ? മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിൻ്റെ അരികിൽ കടന്നു നിന്നപ്പോൾ കണ്ണുകളോടെ ആ വ്യക്തി എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഫുൾ പിക്ചർ കാണുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ലാസറിനെ നായ്ക്കൾ വന്ന് നക്കി, ലാസർ ഇത്രയും പ്രശ്നത്തിൽ കൂടെ പോയി. പക്ഷെ അത് ആരും നോക്കാനില്ലാത്ത ലാസറിനെ കരുതാനുള്ള ദൈവത്തിൻ്റെ ഒരു കരുതലായിരുന്നു. എനിക്ക് ഓർമ്മ വരികയാണ്, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ഞങ്ങൾ ഓടി നടന്ന് കളിച്ച് വീഴുമ്പോഴൊക്കെ പെട്ടെന്ന് ഈ മുറിവൊക്കെ പറ്റുമ്പോൾ ഓടി വീട്ടിനകത്തേക്ക് ചെന്നിട്ട് മെഡിസിൻ ക്യാബിനറ്റ് എടുത്തിട്ട് ആ ഷെൽഫിൽ നിന്ന് ഒരു ചെറിയൊരു വൈറ്റ് കളറിൻ്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു. അതിനകത്തൊരു വൈറ്റ് കളറിൻ്റെ പൗഡർ ഇങ്ങനെ ഇടുമ്പം വരും. നിയോസ്പോറിൻ ആയിരുന്നു ആ കുപ്പിക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ നിയോസ്പോറിൻ ഉണ്ടെങ്കിൽ നിയോസ്പോറിൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കോൺഫിഡൻസാണ്, ഇനി എൻ്റെ മുറിവ് കരിഞ്ഞോളും. അത് എത്ര വലിയ മുറിവാണെങ്കിലും നിയോസ്പോറിൻ വീട്ടിലുണ്ടോ പിള്ളേർക്കെല്ലാം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ചിന്ത, അന്ന് ലാസറിൻ്റെ മേളിൽ നിയോസ്പോറിൻ ഇട്ട് കൊടുക്കാൻ ആരുമില്ലായിരുന്നു. ദൈവം നായ്ക്കളെ നിയോസ്പോറിൻ്റെ രൂപത്തിൽ അയച്ചു കൊടുത്തു. പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കും, ഈ പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടെ കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് നമുക്കതിനൊരു പരിഹാരം മനസ്സിലാകത്തില്ല. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആകും. പക്ഷെ കുറച്ച് പുറകോട്ട് മാറി നിന്ന്, കുറച്ച് കാലങ്ങൾക്ക് ശേഷം പിൻപിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് ദൈവത്തിൻ്റെ ഒരു കരുതലായിരുന്നു, ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനായിരുന്നു. നമ്മൾ പലപ്പോഴും പ്രശ്നം എന്ന് വിചാരിക്കുന്നത് അത് ആക്ച്വലി പ്രശ്നമല്ല. അത് വേറെ വലിയ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ആര് പ്രശ്നത്തിൽ കൂടെ കടന്നു പോയാലും ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ ധൈര്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെയുണ്ട്. എന്ത് സംഭവിച്ചാലും ദൈവം അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.